ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലിന്ത് ക്രിയേഷൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ പ്ലിന്ത് വാൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്ലിന്ത് വാൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോർ പ്ലാനിൽ ലെവൽ 1 ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാളിൽ ആർക്കിടെക്ചർ വാൾ എടുക്കുക. ഇവിടെ നമ്മൾ 200 mm ജനറിക് വാളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് എഡിറ്റ് ടൈപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ 30 വാൾ എന്നുള്ള നെയിം കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. സ്ട്രക്ചറിൻ്റെ എഡിറ്റിൽ തിക്നെസ് 30 ആക്കി കൊടുക്കുന്നു. ഓക്കെ ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടുത്തെ നമ്മൾ വ്യൂ റേഞ്ച് എഡിറ്റ് ചെയ്യണം. അതായത് ലെവൽ 2 നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് ലെവൽ 1 വിസിബിൾ ആവാൻ വേണ്ടി പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടി വിൻഡോയിൽ എക്സ്റ്റെൻസിൽ വ്യൂ റേഞ്ചിൻ്റെ എഡിറ്റിൽ വരുന്നു. വ്യൂ റേഞ്ച് എഡിറ്റിൽ കട്ട് പ്ലെയിൻ വാല്യൂ. ഈ കട്ട് പ്ലെയിൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ നിന്നും കട്ട് ചെയ്തിട്ട് ബോട്ടത്തിലേക്ക് നോക്കുന്ന വ്യൂവിനെയാണ് പ്ലാൻ എന്ന് പറഞ്ഞായിരുന്നു. ഒരു പ്ലാൻ ക്രിയേഷൻസ് 120ക്ക് ബിലോ ആയിട്ടുള്ള എല്ലാം നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മൾ പ്ലിന്ത് ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പ്ലിന്തിൻ്റെ വാള് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയയിൽ തന്നെ നമുക്കിത് വിസിബിൾ ആവാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള കട്ട് പ്ലെയിൻ വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുക. എത്രയാണോ നമ്മൾ പ്ലിന്ത് ഹൈറ്റ് വരുന്നുള്ളത്, ആ പ്ലിന്തിൻ്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിൻ്റെ ഇന്നറിലുള്ള ഒരു വാല്യൂ കൊടുത്തിട്ട് ഓക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ളത് നമുക്കിപ്പം ഹിഡൺ ആയി പോയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ട്രേസിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലിന്ത് വാള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് അണ്ടർലേയിൽ റേഞ്ച് ബേസ് ലെവൽ 2 എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പം നമ്മൾ ബോട്ടത്തിൽ ഉള്ളത്, അതായത് നേരെ ടോപ്പ് ലെവലിൽ ഉള്ളത് നമുക്കിപ്പോൾ ട്രേസ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എഡിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് ഷോ ചെയ്ത് കാണുകയുള്ളൂ. ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ട്രേസ് ചെയ്തിട്ടാണ് വാള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുക. ഓൾറെഡി നമ്മൾ 30 വാൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഹൈറ്റ് ആണ് ലെവൽ 2 കണക്ട് ചെയ്തു. സെൻറ്റർ ലൈൻ മെത്തേഡ്. ഇനി ഇതിൽ നമ്മൾ ഡ്രോ ടൂളിൽ നമുക്ക് പിക്ക് ലൈൻ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് പിക്ക് ലൈൻ എടുക്കുക. എന്നിട്ട് വാളിൻ്റെ ഇന്നർ ഓർ ഔട്ടറിലുള്ള ഒരു ഫേസസിൽ ജസ്റ്റ് ഒന്ന് മൗസ് വെക്കുക. ടാബ് കീ ഹോൾഡ് ചെയ്യുക. സെൻറ്റർ ബട്ടൺ കിട്ടുന്ന സമയത്ത്, അതായത് സെൻറ്റർ ലൈൻസ് കിട്ടുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വോളായിട്ട് ഒരു ചെയിൻ ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ചെയിൻ ഓഫ് വാൾ ഓർ ലൈൻസ് എന്നാണ് വന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓരോ ലൈൻസിൻ്റെ മുകളിലും നമുക്ക് ജസ്റ്റ് മൗസ് വെച്ച് ചെയ്യാം. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്ന മെത്തേഡ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ലൈൻ മെത്തേഡിൽ നോർമലി നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈൻ ടൂളിൽ നമ്മളിപ്പോൾ സെൻറ്റർ ലൈൻ മെത്തേഡിലാണ് എല്ലാ ഏരിയയും വരച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെൻറ്റർ ലൈൻ മെത്തേഡ് വർക്കൗട്ട് ആവില്ല. കാരണം ഔട്ടറിലേക്ക് 5 പ്രൊജക്ഷൻസ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ലൊക്കേഷൻ ലൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വാളിൽ സെൻറ്റർ ലൈൻ എന്നുള്ള ലൊക്കേഷൻ ലൈൻ മാറ്റിയിട്ട് ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ എന്നുള്ള ലൊക്കേഷൻ ലൈൻ എടുക്കുന്നു. ഓഫ്സെറ്റ് വാല്യൂ 5 കൊടുത്തിട്ട് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം സെയിം ആ ലൈനിൻ്റെ മുകളിൽ കൂടി കണ്ടിന്യൂ ചെയ്ത് വരക്കുന്നു. എസ്കേപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് 3Dയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 3Dയിലേക്ക് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലിന്ത് ക്രിയേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയാസിൽ പ്ലിന്ത് ക്രിയേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കവിടെ ഇന്നറിലും പ്ലിന്ത് ക്രിയേറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഷോ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പ്ലിന്ത് വാള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കൂടെ നമ്മൾ പ്ലിന്ത് വാള് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെവൽ മാറരുത്. ലെവൽ 1ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് പ്ലിന്ത് വാൾ ക്രിയേഷൻസിൽ വരുന്നുള്ളത്. ഓക്കെ, താങ്ക് യു.